Hi, good evening. See, today's session we are discussing one of the important topic for the board exam. Either 2 mark or 3 mark will come. So be careful about the topic. It can be for 2 mark or 3 mark. Last class we discussed about 2 mark or 3 mark from real numbers. And today quadratic equation 2 mark or 3 mark from the quadratic equation chapter. So everyone be on time because initially only will tell all the concept and after that we people are used to do what only the problems related to that one. That's what we are doing. I told you another thing. ഗ്രൂപ്പിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പലർക്കും കിട്ടുന്നില്ല. ഏകദേശം ഒരുപാട് പേരുണ്ടായിട്ട് വളരെ വെരി ഫ്യൂ സ്റ്റുഡൻസ് ഓൺലി റെസ്പോണ്ടഡ് ഫോർ ദാറ്റ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇതൊക്കെ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് ഇംപ്രൂവ്മെന്റ് വരിക. ഞാൻ കൂടുതൽ ടൈം വേസ്റ്റ് ആക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാണ്. സോ റൈറ്റ് ഓൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ discriminant related. Quadratic equation discriminant related. Quadratic equation discriminant related. What do you mean by discriminant? So many people are making mistake in the discriminant. Discriminant means b square minus 4ac is called what? Discriminant. Try to understand. See, ഒരു quadratic equation b formula b square minus 4ac what we are calling discriminant of it. ഇത് discriminate ചെയ്യണം. എങ്ങനെ discriminate ചെയ്യുന്നുണ്ട്? Whether root is there or not. If it is there, how many roots? അപ്പൊ ഇതിന് 3 കേസുകളുണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുക. b square minus 4ac when we are finding you are getting a positive value. b square minus 4ac when you are equal to 0. And b square minus 4ac is what less than 0. These 3 cases ഉണ്ട്. അപ്പൊ ചിലപ്പോൾ MCQ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇല്ലെങ്കിൽ കൂടുതലായിട്ടും ഒരു 90% ക്വസ്റ്റ്യനും ചോദിക്കുക ഈക്വൽ ടു 0 എന്ന് വെച്ചിട്ടാണ്. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആയിരിക്കും. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് റിയൽ റൂട്ട്സ്, 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. ആൻഡ് ഇവിടെ 2 ഈക്വൽ റിയൽ റൂട്ട്സ്, 2 ഈക്വൽ റിയൽ റൂട്ട്സ്. ആൻഡ് ഇവിടെ നോ റിയൽ റൂട്ട്സ്. നോ റിയൽ റൂട്ട്സിന് വിളിക്കുന്ന വേറൊരു പേരുണ്ട്, ഇമാജിനറി റൂട്ട്സ് എന്നാണ് വിളിക്കുന്നത്. നോ റിയൽ റൂട്ട്സ് അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഇമാജിനറി റൂട്ട്സ് എന്ന് വിളിക്കും. ഇത്രയും നോട്ട്സ് എഴുതി വെച്ചു. 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്, 2 ഈക്വൽ റിയൽ റൂട്ട്സ്, നോ റിയൽ റൂട്ട്സ്, ഓർ വി ആർ കോളിംഗ് ഇമാജിനറി റൂട്ട്സ്. ഇമാജിനറി 11th സ്റ്റാൻഡേർഡ് മാത്സ് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ലേൺ അബൌട്ട് വാട്ട് യു മീൻ ബൈ ഇമാജിനറി നമ്പർ. Okay, b square minus 4ac greater than 0, 2 distinct real roots. That means 2 different real roots. b square minus 4ac equal to 0, 2 equal real roots. ഇതിന്റെയൊക്കെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് അറിയോ? ചിലപ്പം ചോദിക്കാം MCQ തന്നെ. ഈ ഫസ്റ്റത്തെ ഗ്രാഫ് നമ്മള് പോളിനോമിയൽ പഠിച്ചിട്ടുണ്ടാവും. ഒക്കെ പരാബോളയാണ് വരിക. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് പരാബോളയാണ്, ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരിക അറിയോ? ഇതിന്റെ ഗ്രാഫ് വരാം ഒരു പരാബോള ഇന്റർസെക്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഒരു കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഈ 3 കേസുകൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ഏതൊക്കെ 3 കേസുകൾ എന്ന് പറയുന്നത്? ഇതിന്റെ ഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയൊക്കെ ഇതിന്റെ ഗ്രാഫ് നിങ്ങൾ പോളിനോമിയൽ പഠിച്ചിട്ടുണ്ടാവും. 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്, 2 ഈക്വൽ റിയൽ റൂട്ട്സ് ആൻഡ് ഓൾ. അവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഗ്രാഫ് വരക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു ഇക്വേഷന്റെ ഗ്രാഫ് ഞാൻ വരക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ, ശരിക്കും ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 4x, സോറി, എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. ഇതിന്റെ ഗ്രാഫ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ടച്ച് ആൻഡ് ഗോയിങ് ആണ്. അപ്പൊ ഇതിന് ഒരു റൂട്ടേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക്. വേറൊന്ന് കാണിച്ചു, എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 12. വേറൊരു ഗ്രാഫ് ബ്ലൂ കളർ. ഇനി വേറൊന്ന് കാണിച്ചു, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3x, x square plus 3x
plus 5. You can see 3 graphs on the board. Okay, parabola. ഇതിൽ റെഡ് കളർ എന്ന് പറയുന്നത് റെഡ് കളറിന്റെ ശ്രദ്ധിക്കാം, ഇതിൽ റെഡ് കളറിന്റെ ബി സ്ക്വയർ മൈനസ് 4ac എന്തായിരിക്കും അറിയോ? നോക്കോ, എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. ഈ റെഡ് കളറിന്റെ ബി സ്ക്വയർ ഇതൊരു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും പരാബോള ആയിരിക്കും. അപ്പൊ റെഡ് കളറിന്റെ ഇപ്പൊ ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് നേച്ചർ ചോദിക്കുകയാണെങ്കിൽ ഒറ്റ പോയിന്റിലാണ് ടച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതാറുണ്ട് പോളിനോമിയലിൽ 1 റിയൽ റൂട്ട് എന്ന് എഴുതാറുണ്ട്. ഇതിന്റെ ബി സ്ക്വയർ മൈനസ് 4ac എന്തായിരിക്കും അറിയോ? 0 ആയിരിക്കും. ഒരു റൂട്ട് ആണെങ്കിൽ, ഒരു 0 ആണെങ്കിൽ. ഇനി ഇത് നോക്ക്, ഇത് രണ്ടെണ്ണത്തിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, രണ്ടെണ്ണത്തിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബി സ്ക്വയർ മൈനസ് 4ac എന്തായിരിക്കും അറിയോ? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇത് ഒറ്റൊന്നിലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. സോ ഇതിന്റെ ഇമാജിനറി ആണ്. ബി സ്ക്വയർ മൈനസ് 4ac എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പൊ ഗ്രാഫ് കോമ്പിറ്റൻസി ചോദിക്കാം, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഫ്രം ദി ഗ്രാഫ് ഐഡന്റിഫൈ ദ നേച്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ബി സ്ക്വയർ മൈനസ് 4ac ഒറ്റ പോയിന്റിലാണെങ്കിൽ ഈക്വൽ ടു 0, 2 പോയിന്റിലാണ് ഗ്രേറ്റർ ദാൻ 0, ഒറ്റ പോയിന്റില്ലെങ്കിൽ ലെസ് ദാൻ 0 ഇമാജിനറി ആയിരിക്കും. ഞാൻ ഇൻ ബിറ്റ്വീനിൽ ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ, ഒരു പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊക്കെ സംഭവങ്ങളുണ്ട്. വെറും ബുക്ക് മാത്രം പഠിച്ചു പോയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈക്വൽ ടു 0നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് 1 hour ടൈമേ ഉള്ളൂ, നമുക്കത് ഫിനിഷ് ചെയ്യണം. So let us start. Please take your worksheet from the mobile, which one I already shared. So let us start. ശ്രദ്ധിക്കണം, തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നേച്ചർ ഓഫ് ദി റൂട്ട്സ് ഓഫ് ദി ഫോളോവിംഗ് ഇക്വേഷൻ ആണ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നേച്ചർ ചോദിക്കുകയാണെങ്കിൽ യു നോ നീഡ് ടു യൂസ് ഓൾ ദ ഫോർമുല. ഡോണ്ട് യൂസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. Only use b square minus 4ac. So first question, first one a, 4x square plus 4 root 3x plus 3 equal to 0. Initially you have to identify what is your ABC. A equal to what? 4. B equal to 4 root 3. It is 4 root 3. And C equal to what? 3. Just you find a b square minus 4ac. So this is the first question A. So when you're finding b square minus 4ac, you will get, what is B? B is 4 root 3. B square minus 4ac. 4 into 4 into 3. Equal to 0 ഒന്നും എഴുതാൻ പാടില്ല. നേച്ചർ ചോദിക്കുമ്പോൾ you people have to find only the b square minus 4ac, how much you are getting. ഇവിടെ നോക്കാം, root 3 square എന്ന് പറഞ്ഞാൽ 3 ആണ്. 16 into 3. 4 into 4, 16 into 3. You got a b square minus 4ac equal to 0. But then what is this nature? Nature nothing. It has 2 equal real roots. Adana the behavior. Chelpam MC chodikum. Right on. It has 2 equal real roots. It has 2 equal real roots. It has 2 equal real roots. എപ്പോഴും ക്ലാസ്സിൽ ഓൺ ടൈം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കുറെ പേര് ഇപ്പോഴാ ജോയിൻ ചെയ്ത്. It has 2 equal real roots. It has 2 equal real roots. ഇനി ഫസ്റ്റ് ബി നിങ്ങൾ കാണൂ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യൂ. വാട്ട് യു ആർ ഗെറ്റിംഗ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ ഈക്വൽ ടു 0. ഫസ്റ്റ് ബി, 9x square minus 6x minus 2 equal to 0. Your A equal to 9, B equal to minus 6 and C equal to what? Minus 2. Please find b square minus 4ac. Please find b square minus 4ac. Please find b square minus 4ac. Negative value kund ശ്രദ്ധിക്കണം. So b square minus 4ac equal to minus 6 square minus 4 into 9 into minus 2. Minus 6 square means 36. This minus and this minus 2 will make what? Plus. So 4 nines are 36 and 72. You got 108, which is what? Bigger than 0. 108 bigger than 0. You got a positive value. So what we are writing? It has 2 distinct real roots. It has 2 different real roots. That's the nature. Here what we wrote? 2 equal real roots. This is the nature. 2 equal real roots. 2 equal real roots. Here 2 distinct real roots.
two distinct real roots. Two distinct real roots. Two distinct real roots. Two distinct real roots. ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ 1C 4x square plus 6x plus 3 equal to 0. 4x square plus 6x plus 3 equal to 0. Identify A equal to 4, B equal to 6, C equal to 3. How many roots? This is the algebraic method what we are using. And just before I showed you another method that we are saying graphical method. So graphical method and the algebraic method to find the how many zeros are there or how many roots are there. So here also you have to find B square minus 4AC, which is equal to 6 square minus 4 into A into C. 36 minus 4 4s are 16, 16 to 3 48. You got minus 12 less than 0. It has imaginary roots or no real roots. That will be the answer. It has imaginary roots or no real roots. Both will be fine. It has imaginary root or no real roots. It has imaginary roots or no real roots. It has imaginary roots or no real roots. Now with your help, starting important question, previously repeatedly asked by changing the letters and all. So starting question number 7th one. Question number 7th one. Question number 7th one. Question number 7th one. Given that the equation 7th one, ഒരു ക്വസ്റ്റ്യൻ ഞാൻ വൃത്തിക്ക് പറയും, ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. 1 plus a square x square plus 2abx, previously ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2abx plus b square minus c square equal to 0 plus b square minus c square equal to 0 has equal roots. Read the question number 7th one. Has equal roots. Don't bother about what you want to prove. Easily we can prove it. Not a reader. Reader means not a textbook question. Previously asked question. Be careful about this one. Given that 1 plus a square x square plus 2abx plus b square minus c square equal to 0 has equal roots. Underline here. Has equal roots. It has equal roots. Has equal roots. Just before I taught you, what do you mean by equal roots? ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. ഈക്വൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു സെഡ്. ശരിക്കും ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്യുക. Let us see how we can do. Therefore, b square minus 4ac equal to 0. Better no need to write. Identify what is your a. A means coefficient of x square we are calling a. So a equal to 1 plus a square and b equal to 2ab and c equal to b square. I used capital letter. Already small letter അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തത്. ശ്രദ്ധിക്കുക, എഴുതാതിരിക്കായിരിക്കും നന്നാവുക. നിങ്ങൾക്ക് ടൈം തരാം എഴുതാനുള്ള. ശ്രദ്ധിക്കുക. ബി എന്ന് പറയുന്നത് 2ab ആണ്. ബി സ്ക്വയർ 4ac. എ എന്ന് പറയുന്നത് 1 പ്ലസ് എ സ്ക്വയർ ആണ്. ശരിക്കും ശ്രദ്ധിക്കണം. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ് വിത്തൗട്ട് എക്സ് ഈക്വൽ ടു 0. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം. വെറുതെ എന്തെങ്കിലും എഴുതി പോകരുത്. കോഎഫിഷ്യന്റ് ഓഫ് എക്സിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. സോറി, എക്സ് സ്ക്വയറിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് എക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബി എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് വാട്ട് അവർ ബി and this is what our c. B square minus c square is what c. The term without x. That's what we are calling our c. Now, how I'm simplifying it? Listen carefully. 2ab whole square can be written as 4a square b square. 2ab whole square can be written as 4a square b square. So 1 minute.
sorry. See, this is when we are doing this one. See, 4, then open the bracket. Each term you have to open. So 1 into b square, 1 into c square. So it will be b square minus c square. 1 into b square, 1 into c square. After that, plus a square b square minus a square c square equal to 0. Here, each term, that don't forget, each term I opened here. First, 1 with the b square, 1 with the minus c square. That's what I wrote. Then a square b square, then minus a square c square. Like that, what I wrote. After that, it is your choice. You can divide throughout by 4 because there is a common number. In linear equation, 2 variable, so you might have done that one. ഏതെങ്കിലും കോമൺ ടേം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ത്രൂ ഔട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏത് നമ്പർ ഉണ്ടെങ്കിലും രണ്ട് ഭാഗത്ത് ഡിവൈഡ് ചെയ്യണം. ഒരു കാരണവശാലും ഒരു ഭാഗത്ത് മാത്രം ആവരുത്. സീറോയിലും നമുക്ക് സീറോ വി ക്യാൻ ഡിവൈഡ് ബൈ എനി നമ്പർ. സോ ദിസ് വെൻ യു ആർ ഡിവൈഡിങ്, ഈ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. വെൻ വി ആർ ഡിവൈഡിങ് ബൈ 4, ഇവിടെ 4 ക്യാൻസൽ ആവും, ഇവിടെയും ക്യാൻസൽ ആവും. ബാക്കി ഉണ്ടാവുക എ സ്ക്വയർ ബി സ്ക്വയർ മൈനസിന് ഉള്ളിലേക്ക് എടുക്കുക, മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ യു ക്യാൻ സി ദാറ്റ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻസൈഡ്. പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു 0. ഈ മൈനസ് ഞാൻ ഉള്ളിലേക്ക് എടുത്തു. ഇനി ഇവിടെ ഒരു ക്യാൻസലേഷൻ ഉണ്ട്. ആ ക്യാൻസലേഷൻ ആണ് എ സ്ക്വയർ ബി സ്ക്വയറും എ സ്ക്വയറും ബി സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. പലരും തെറ്റിക്കുന്നുണ്ട്, ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കാനൊക്കെ വിട്ടു പോകുന്നുണ്ട്. ശ്രദ്ധിക്കുക, ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. നമ്മുടെ ആൻസർ ഓൾമോസ്റ്റ് ആയി. ഈ മൈനസ് ബി സ്ക്വയർ, ദിസ് ടേം ഐ എം ട്രാൻസ്പോസിംഗ് ടു അതർ സൈഡ്. സോ ഇറ്റ് വിൽ ബി സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ. ഈ മൈനസ് ബി സ്ക്വയർ ഞാൻ ട്രാൻസ്പോസ് ചെയ്തു മറ്റ് അതർ സൈഡിലേക്ക്. ഇനി സി സ്ക്വയർ ഒരു കോമൺ ടേം ആണ്, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. സി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു വാട്ട്? ബി സ്ക്വയർ. ദിസ് ഇസ് വാട്ട് യു വാണ്ട് ടു പ്രൂവ്. ജസ്റ്റ് ചെക്ക് ഇറ്റ്. ശരിക്ക് ശ്രദ്ധിച്ചേരിയോ. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കളർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓറഞ്ച് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതേപോലെ യെല്ലോ ഉണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ബൈ യുവർ സെൽഫ്. ദ ക്വസ്റ്റ്യൻ നമ്പർ 8th one ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ ചെയ്യാം. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ഓൺലി ലെറ്റർ ഓൺലി ഡിഫറെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 8th one ഇത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 8th one ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വൈറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ്. വൈറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത്. വൈറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത്. ബ്രാക്കറ്റ് ഓപ്പൺ മീൻസ് 2ab സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4a സ്ക്വയർ ബി സ്ക്വയർ ആണ്. പിന്നെ ഈ -4 പുറത്തുണ്ട്. ആഫ്റ്റർ ദാറ്റ് 1 into b സ്ക്വയർ 1 into minus c സ്ക്വയർ അതാണ് ഇവിടെ എഴുതിയത്. ദെൻ a സ്ക്വയർ ബി സ്ക്വയർ ദെൻ a സ്ക്വയർ മൈനസ് c സ്ക്വയർ അതാണ് ഇവിടെ വന്നത് ഈ ബ്രാക്കറ്റ്. എന്നിട്ട് മൊത്തത്തിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ കോമൺ ടേം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡിവൈഡ് ഇറ്റ്. ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ കോമൺ ആയിട്ട് ഒരു 4 ഉണ്ട്. 0നെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എക്സെപ്റ്റ് 0. 0നെ നമുക്ക് ഏത് നമ്പർ ബോത്ത് സൈഡ് ഡിവൈഡഡ് ബൈ വാട്ട്? 4. അങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കംപ്ലീറ്റ്ലി ക്യാൻസൽ ആയി. ഇവിടെ ഒരു a സ്ക്വയർ ബി സ്ക്വയർ ഉണ്ടാവും. അത് പിന്നെ ഈ മൈനസ് സൈൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, കാരണം മൈനസ് ഉള്ളിലേക്ക് എടുക്കും പറയാം. പിന്നെ മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ പിന്നെ പ്ലസ് എ സ്ക്വയർ അതാണ് എഴുതിയത്. ഇത് ക്യാൻസൽ ആയി പോയി. പിന്നെ മൈനസ് ബി സ്ക്വയറിന്റെ അടുത്ത് ഈക്വൽ സൈൻ അങ്ങോട്ട് കൊണ്ടുപോയി. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ്. എനി ഇഷ്യൂ ഇസ് ദർ ലെറ്റ് മീ നോ. അത് കഴിഞ്ഞതിന് ശേഷം 8th ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. 8th ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല. When you're copying that one, be careful. When you're checking the 7th one, be careful. Same letters ഇങ്ങോട്ട് വരരുത്. അത് പ്രാക്ടീസ് ചെയ്യണം. അതും ചോദിച്ചതാണ് ക്വസ്റ്റ്യൻസ്. ആദ്യമായിട്ടാണ് 7th ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം, പിന്നെ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം ടേം വൈസ് തോന്നുന്നു. ഐ തിങ്ക് സോ. They changed the letter and asked. Normally they used to ask which question, 8th question. സെയിം വേ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ 8th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട്. 9th ക്വസ്റ്റ്യൻ. I hope everyone completed this. Still anybody write and let me know. Okay. 9th question.
Ninth question. 1 plus, given that the equation, ninth question, given that the equation 1 plus m square into n square x square plus 2 mn x plus 2 mn x plus c square minus a square equal to 0 has equal roots. Given that the equation 1 plus m square n square x square plus 2 mn x plus c square minus a square equal to 0 has equal roots. Given that 1 plus m square n square x square plus 2 mn x plus c square minus a square equal to 0 has equal roots. What is the equal roots condition? We know that, therefore, b square minus 4ac equal to 0. Therefore, b square minus 4ac equal to 0. Identify what is your a and b and c. Your a is 1 plus m square n square ആണ്. ശ്രദ്ധിക്കണം, n square വിട്ടു പോരുത്. ഇതാണ് a. And your b 2 mnc, b 2 mnc, and c square minus a square. This is what you need. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. b square 2 mnc whole square 4 times. ശരിക്കും സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ it won't be difficult for you. 4ac, c completely should be in bracket, equal to 0. This is what your a and this is what your c. So first one, when you are opening, you can see first one നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും 4 m square n square c square. ഇവിടെ 4നെയും n squareനെയും ഞാൻ ഒരുമിച്ച് ചെയ്താണ്. So writing together 4n square. Remaining things I didn't open, I'm going to open after the step. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. We can divide throughout by not only 4, we can divide by 4n square. 4n square ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഞാൻ ആഡ് ചെയ്താണ് എന്റെ സൈഡിൽ നിന്ന്. സോ സം ക്വസ്റ്റ്യൻസ് വി ഹാവ് ടു ആഡ് ഫ്രം അവർ സൈഡ്. So please be careful. So 4n square cancelled throughout 4n square you can cancel. ഈ ക്ലാസ് ചിലപ്പോൾ 10 മിനിറ്റ്സ് ആയാലും ഡിസ്കണക്ട് ആവും, എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കാം. അപ്പം ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ പെട്ടെന്ന് റീജോയിൻ ചെയ്യാം, വേറൊന്നും കുഴപ്പമില്ല. ഓക്കെ, ചിലപ്പോൾ 10 മിനിറ്റ്സ് ആയ ഡിസ്കണക്ട് ആവും, ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. So when you're dividing this one, what is balance? M square c square minus, ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, 1 c square minus a square, 1 multiplied with this, after that this, plus m square c square minus m square a square equal to 0. ഇനി നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, there is a negative sign is there, so you people can do that. So m square c square m square, because of this minus you take inside, minus c square plus a square plus m square a square equal to 0. अब minus c square transpose ചെയ്യാം, equal to c square. You can take a square outside. I hope everyone understood this question. This is the answer. This is what you want to prove. So any issue is there, let me know. Different colors I used. Any color, if you have particularly issue, let me know. അത്രത്തെ മാസം 50-60 പേരുണ്ടെങ്കിലും കുഴപ്പമില്ലേ? പിന്നാളെ എന്നോട് പറഞ്ഞു. Just check it. Any issue is there, let me know. Pink color expanded ആണ്. Pink colorൽ ചെയ്തത് 2mc square എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക,
ടു എം എൻ സി സ്ക്വയർ എന്ന് പറയുന്നത് ഇതിനൊക്കെ സ്ക്വയർ ചെയ്യണം. 2 സ്ക്വയർ എം സ്ക്വയർ എൻ സ്ക്വയർ ഇതിന് ഡയറക്റ്റ് സ്ക്വയർ ചെയ്യുക. കാരണം ഇൻ ബിറ്റ്വീൻ ദർ ഇസ് നോ പ്ലസ് ഓർ മൈനസ്, നത്തിങ് ഇസ് ദർ. സോ ഡയറക്ട്ലി വി ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ആഫ്റ്റർ ദിസ് വൺ ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു n സ്ക്വയർ ഉണ്ട്. സോ 4n സ്ക്വയർ ഐ കെപ്റ്റ് ഔട്ട്. This 4n square I just wrote it, this one. Then throughout I divide by what? 4n square. Here commonly 4n square is there. Here also 4n square is there. So the balance thing will be there. This is what I done. After this, question number 11th one. Question number 11th one. Question number 11th one. Question number 11th one. Given that minus 5 is a root of the equation. Given that minus 5, ഈ വൈകി ജോയിൻ ചെയ്തവരോട് ഒന്നും പറയാല്ല കേട്ടോ. കാരണം ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും അതിന്റെ തുടക്കത്തിലാണ് ഇതിന്റെ കോൺസെപ്റ്റ് കംപ്ലീറ്റ് പറയാം. അപ്പൊ ഇൻ ബിറ്റ്വീനിൽ ജോയിൻ ചെയ്യുന്നവർക്ക് പലതും ക്ലിയർ ആവില്ല. അടുത്ത ക്ലാസ്സിൽ ട്രിഗ്നോമെട്രി ടേബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ആ ടേബിൾ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ എങ്ങനെ ട്രിഗ്നോമെട്രി ടേബിൾ എഴുതാതെ നമുക്ക് പറയാൻ പറ്റും, ഇതൊക്കെ ഇനീഷ്യലി പറയാം. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യും. അപ്പൊ ആ ടെക്നിക് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റിലെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവസാനത്തെ ജോയിൻ ചെയ്യുമ്പോൾ പലതും നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. Question number 11th one. Given that minus 5 is the root of the equation. Minus 5, question number 11th one. Minus 5 is the root of the equation 2x square plus px minus 15 equal to 0. പക്ക എക്സാമിനേഷൻ ഓറിയന്റഡ് ക്ലാസ് ആണ്. കൂടുതൽ ജനറൽ ടോക്ക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു മണിക്കൂറിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. Given that minus 5 is the root of the equation 2x square. രണ്ടാമത്തെ ഇതിൽ തൊടേ ചെയ്യരുത്, മനസ്സിലാക്കി വെക്കുക. minus 5 is the root of this equation ആണ്. അതിൽ എഴുതിയ ബാക്കിയുള്ളതിന്റെ എഴുതേ ചെയ്യരുത്. Just see the question number 15th one, sorry 11th one, you can see minus 5 is the root of the equation that one. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഉണ്ട്, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അതവിടെ നിൽക്കട്ടെ. 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് minus 5 ഏതൊരു നമ്പറും ഇതിന്റെ റൂട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ what you have to do, you just replace x value. x replace with what? minus 5. അതാണ് അതിന്റെ മീനിങ്. Given that minus 5 is the root of the equation means just substitute, that is 2 into minus 5 square p into minus 5 minus 15 equal to 0. minus 5 square എന്ന് പറഞ്ഞാൽ 25 ആണ്. 2 into 25 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 minus 15 equal to 5p. ആർക്കെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത് minus 5p ആണ്. I transpose to other side. So from here 35 by 5 equal to what? p. So p value equal to 7. ഇവിടെ നിർത്തണം. എന്ത്? minus 5 ഇതിന്റെ മാത്രം റൂട്ടാണ്, രണ്ടാമത്തെ അല്ല. അത് ഇത്ര എഴുത്. എന്നിട്ട് ഞാൻ പറയാം. ഇത് ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു 9ാം ക്ലാസ് റിലേറ്റഡ് ആണ് ഫസ്റ്റ് പാർട്ട്. ബട്ട് വി ഹാവ് ദ സെക്കൻഡ് പാർട്ട്. p equal to 7. വർക്ക്ഷീറ്റ് ഗ്രൂപ്പിലുണ്ട്, ശ്രദ്ധിക്കാം. അടുത്ത ക്ലാസ് ട്രിഗ്നോമെട്രി ആണ്, കംപ്ലീറ്റ് വരില്ല. ട്രിഗ്നോമെട്രിയുടെ ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് ചെയ്യുക. ഓക്കെ, ഇതിവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം. Therefore second equation becomes, ക്വസ്റ്റ്യൻ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. Therefore second equation becomes, സെക്കൻഡ് ഇക്വേഷൻ എന്താ? സെക്കൻഡ് ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നോക്കിയാൽ 11th ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. സെക്കൻഡ് ഇക്വേഷൻ തന്ന ഇങ്ങനെയാണ്, പ്ലസ് k ഈക്വൽ ടു 0. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇതില് നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്? പിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ എഴുതിക്കോ. Therefore second equation become, ഈ p റീപ്ലേസ് ചെയ്യാം. Second equation becomes 7 into x square plus x plus k equal to 0. That is 7x square plus 7x plus k equal to 0. ഇത് ഉള്ളിലേക്ക് എടുത്തു. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു കാരണവശാലും ഈ
Yes, what happened? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെയാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി കഴിഞ്ഞില്ലേ? ഇനി റെക്കോർഡിംഗ് നോക്കുക. ഞാൻ അവിടെ സമയം തന്നിരുന്നു. ഇനി ഇത് നോക്കിക്കോ. ഇത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. സി സെക്കൻഡ് ഇക്വേഷൻ ബിക്കംസ് അപ്പൊ ഇവിടെ -5 ഗിവൺ ദ റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ. -5 ഇതിന്റെ റൂട്ട് ആണെന്ന് പറഞ്ഞു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പിന്റെ വാല്യൂ കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ ബിക്കംസ്, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് പറയുന്നത്. സെക്കൻഡ് ഇക്വേഷൻ ബിക്കം, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അതിൽ പിന്റെ വാല്യൂ 7 എന്ന് കൊടുത്തു. ഇവിടെ പറയുന്നത് ഈ -5 ഒരു കാരണവശാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇവിടെ എഴുതേണ്ടത് given that it has equal roots. രണ്ട് പാർട്ടാണ്. ഇതിൽ -5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്റെ വാല്യൂ കണ്ടിട്ട് ആ പിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. ഒരു കാരണവശാലും -5 കൊണ്ടുപോയി കൊടുക്കരുത്. given that it has equal roots. അപ്പൊ ഈക്വൽ റൂട്ട്സിന്റെ കണ്ടീഷൻ എന്താ? given that it has equal roots means therefore b square minus 4ac equal to 0. എല്ലാവരും ട്രൈ ചെയ്യാം. This is your a, this is your b and this is your c. All of you try. Therefore b square minus 4ac equal to 0. Therefore b square minus 4ac equal to 0. സോൾവ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞുണ്ടോ what is the value of k. All of you try. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞത് ഡിസ്കണക്ട് ആവട്ടോ. ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ റീജോയിൻ ചെയ്യാം. Anish sir, Rafiq sir, immediately start the meeting once it is disconnected. The disconnect and chance കൂടുതലാണ്. So 7 square minus 4 into 7 into k equal to 0. 7 square എന്ന് പറഞ്ഞാൽ 49 ആണ്. minus 28k equal to 0. So 49 equal to 28k. k equal to what? 49 by 28. അതെന്ന് പറഞ്ഞാൽ okay fine. See, so we got k equal to what? 49 by 28. That's what? 7 by 4. We divided by what? 7. Same way, I hope you understood this question how we done. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 12th ക്വസ്റ്റ്യൻ പെട്ടെന്ന് ട്രൈ ചെയ്യണം. 12th ക്വസ്റ്റ്യൻ given that 1 is the root of the equation. 3x square plus ax minus 2 equal to 0. Previous question മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോ. 1 is the root of the question number 12th one. 1 is the root of the equation a into x square plus 6x minus 1 is the root of the 3x square plus ax minus 2 equal to 0. Substitute here. 3 into 1 square. റഹ്മാൻ സാർ, ഒരു സെക്കൻഡ് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഞാൻ ഒരു സെക്കൻഡിലേക്ക് ക്ലോസ് അത് ക്ലോസ് ചെയ്യണ്ട. അത് അവരുടെ ഭാഗത്ത് പറഞ്ഞല്ലേ. So 1 is the root of the equation 3x square plus ax minus 2 equal to 0. Rafiq sir, please mute your mic. See, minus 2 equal to 0. അപ്പൊ ഞാൻ പറഞ്ഞു 1 റൂട്ട് ആണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് റൂട്ട് എന്ന് പറഞ്ഞോ എക്സ് റീപ്ലേസ് ചെയ്യാം, വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്റെ വാല്യൂ കിട്ടും. 3 into 1 square എന്ന 3 ആണ്. minus 2 equal to 0. 3 minus 2 എന്ന 1 ആണ്. 1 plus a equal to 0. So a equal to what? -1. ഇത് കിട്ടി. Therefore second equation becomes ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഇക്വേഷനിൽ ഈ എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. സെക്കൻഡ് ഇക്വേഷൻ എന്താ തന്നത്? a into x square plus 6x minus b equal to 0 ആണ്. അപ്പൊ എഴുതിക്കും. Therefore second equation becomes a ന്റെ വാല്യൂ റീപ്ലേസ് ചെയ്യാം. -1 into x square plus 6x minus b equal to 0. മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ -x square minus 6x minus b equal to 0.
നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രൂ ഔട്ട് -1 ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതെന്തോ നിർബന്ധമൊന്നുമില്ല, ഫുൾ മൈനസ് പോകും. പ്ലസ് ബി ഈക്വൽ ടു 0 ഗിവൻ ദാറ്റ് ഇറ്റ് ഹാസ് ഈക്വൽ റൂട്ട്സ്. ഇവിടെ ഉള്ളത് ഈക്വൽ റൂട്ട്സ് ആണ്. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ചെയ്ത എന്നിട്ട് നിങ്ങൾ കാണാം. ഗിവൻ ദാറ്റ് ഇറ്റ് ഹാസ് ഈക്വൽ റൂട്ട്സ്. ഇത് 20 മിനിറ്റും കൂടി ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അപ്രൂവൽ എടുക്കാം. Given that it has equal roots. Given that it has equal roots. എന്താണ് ഈക്വൽ റൂട്ട്സിന്റെ കണ്ടീഷൻ? ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് എക്സ് ആണ്, സി എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. അപ്പം ഇത് ചെയ്യാം, സോൾവ് ചെയ്തോളൂ. സോ ബി സ്ക്വയർ മൈനസ് 4ac ദാറ്റ് ഈസ് 6 സ്ക്വയർ മൈനസ് 4 into 1 into b ഈക്വൽ ടു 0. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 36 മൈനസ് 4b ഈക്വൽ ടു 0. 36 ഈക്വൽ ടു വാട്ട്? 4b. അപ്പൊ ബിന്റെ വാല്യൂ എന്ത് വരും? 9 എന്ന് വരും. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ആൻസർ വേണമെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തോളൂ. ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഗ്രൂപ്പിൽ പലരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ നോക്കൂ, ഞാൻ ഇങ്ങനത്തെ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടും. നെറ്റിലൊന്നും ചിലത് തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല. I hope everyone understood how we done this. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 13th നിങ്ങൾ ട്രൈ ചെയ്യാം. ആ 13th നിങ്ങൾ ചെയ്യാം. 13th നിങ്ങൾ ചെയ്തിട്ട് ഗ്രൂപ്പിൽ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്തോളൂ. കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവും എല്ലാവരും. എന്റെ ക്വസ്റ്റ്യൻ തെറ്റിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അങ്ങനൊന്നുമില്ല, നിങ്ങൾ ചെയ്യുക. ഞാൻ നിങ്ങളുടെ കറക്റ്റ് ആണോ റോങ് ആണോ ഒന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾ പ്രസന്റ് ചെയ്യുക വാട്ട് യു നോസ്. ഇവിടെ ആരും ഇതിൽ ഏകദേശം 100 ചില്ലാൻ ആൾക്കാരുണ്ട്. പലരും വർക്ക്ഷീറ്റ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആകെ 2 പേരെ ആൻസർ ചെയ്തിട്ടുള്ളൂ. ഒരാൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഈ 3 പേരെ ആൻസർ ചെയ്തിട്ടുള്ളൂ വിചാരിച്ച ബാക്കി നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് കിട്ടണത് അത് എഴുതുക, ഇല്ലെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കുക. എനിക്ക് കിട്ടിയ ആൻസർ ഇതാണ്. എന്നോട് പേഴ്സണലി ചോദിച്ചവരുണ്ട്, ഇതെങ്ങനെയാണ് എങ്ങനെ വരുന്നതെന്നൊക്കെ. അത് ചോദിക്കാം. അല്ലാതെ എനിക്കൊന്നും അറിയില്ല, ഞാനിത് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ഞാൻ ആദ്യം പറഞ്ഞുതരാം, നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 13th നിങ്ങൾ ചെയ്ത് നോക്കുക. 14th ക്വസ്റ്റ്യൻ. Given that the equation, 14th question, given that the equation m minus 1 into x square plus 2 times m minus 1 into x plus 1 equal to 0 plus 1 equal to 0 has equal roots, has equal roots, has equal roots, has equal roots. And the equal roots in a condition, therefore b square minus 4ac equal to 0. ഇവിടെ നിങ്ങളുടെ a എന്ന് പറയുന്നത് m minus 1 ആണ്, b എന്ന് പറയുന്നത് 2 into m minus 1 ആണ്, c എന്ന് പറയുന്നത് 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. b square that is 2 into m minus 1 square 4 into m minus 1 into 1 equal to 0. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സിംപ്ലി എഴുതരുത്, മനസ്സിലാക്കി പോവാ. കാരണം ഒരുപാട് തിയറി പറയാൻ നമുക്ക് നേരല്ല. അതുകൊണ്ട് ഡൗട്ട് ഉണ്ട് ചോദിക്കുക. കാരണം കുറഞ്ഞ ടൈമിൽ നമുക്ക് ഒരുപാട് തീർക്കാനുണ്ട്. ഏകദേശം 30ഓളം മൊഡ്യൂൾസ് ഉണ്ട്. ഇപ്പോഴും ഫസ്റ്റ് ചാപ്റ്റർ തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു ഇറാഷണൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തീർന്നിട്ടില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 മൊഡ്യൂളും കൂടി ഉണ്ട്. ട്രിഗണോമെട്രിക്ക് 4 മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ പേഴ്സണൽ ചോദിക്കാം, അല്ലെങ്കിൽ എവിടെയും ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിലും ചോദിക്കാം. 2ന്റെ സ്ക്വയർ 4, m minus 1 സ്ക്വയർ അതേപോലെ എഴുതി. ഇവിടെ m minus 1 into 1 എന്ന് പറഞ്ഞാൽ ഇതല്ലേ. ത്രൂട്ട് നമുക്ക് 4 into m minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും സിംപ്ലിഫൈ ആയുള്ള ഓപ്ഷനാണ് നോക്കേണ്ടത്. 2 ടേമിലും 4 ഉണ്ട്, m minus 1 ഉണ്ട്. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ ആണ്. 2ലും 4 ഉണ്ട്, അതേപോലെ എന്തുണ്ട്? m minus 1 ഉണ്ട്. അപ്പൊ ഈ 2 ടേമിലും അതുള്ളത് കൊണ്ട് വി ക്യാൻ ഡിവൈഡ് ബൈ ദാറ്റ്.
4 രണ്ടിലും ക്യാൻസൽ, ഒന്നിൽ മാത്രം ക്യാൻസൽ ചെയ്യുന്ന പരിപാടിയില്ല, ഡിവിഷൻ ആണ്. യു ഹാവ് ടു ഡിവൈഡ് ബോത്ത്, ബി കെയർഫുൾ. പിന്നെ ഇവിടെ m-1 നസ്വാൻ, ഇവിടെ m-1 നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെയും m-1ഉം m-1ഉം പോയി. അപ്പൊ മൊത്തത്തിൽ ഇവിടെ m-1 ഹോൾ സ്ക്വയർ ഉള്ളത് കൊണ്ട് ഒരു m-1ഉം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രണ്ടും ക്യാൻസൽ ചെയ്യണം, ഒന്ന് മാത്രം ക്യാൻസൽ ചെയ്യരുത്. അപ്പൊ ബാക്കിയുള്ളത് ഞാൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. m-1 ഉണ്ട്, പിന്നെ ഒരു -1 ഈക്വൽ ടു 0. ഈ -1 എന്തുകൊണ്ടാ വന്നു വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 1 നിർബന്ധമായിട്ടുണ്ടാവും. കംപ്ലീറ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 2നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യണം, നമ്മൾ എന്ത് ചെയ്തു? 1 എഴുതും. അതാണ് സംഭവിച്ചത്. ഇതിനെ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്ത് വരും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. -2 ഈക്വൽ ടു 0, m ഈക്വൽ ടു 2. ഓരോ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളൂ. മുമ്പ് ചോദിച്ച, കഴിഞ്ഞ വർഷം ഏതൊരു പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ശരിക്കും ശ്രദ്ധിച്ചോ, ശരിക്കും ശ്രദ്ധിക്കാം. അംജദ് മൈക്ക് മ്യൂട്ട് ചെയ്യണം. I hope everyone understood it, what we done here. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 9ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 9th സ്റ്റാൻഡേർഡ് ബന്ധപ്പെട്ടതാണ്. ശ്രദ്ധിക്കാം, ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. എന്താ അറിയാ സംഭവം? 9ാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞ a+b+c ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ 9th? a² + b² + c² + 2ab + 2bc + 2ac. ഈ റിസൾട്ട് പഠിച്ചു. നമുക്ക് ആവശ്യമിതല്ല, നമുക്ക് റിവേഴ്സ് ആണ് ആവശ്യം. റിവേഴ്സ് മീൻസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും. ശ്രദ്ധിച്ചോളൂ, ക്വസ്റ്റ്യൻ തരാം a² + b² + c² + 2ab - 2bc - 2ac ഇങ്ങനെ തരും. തന്നിട്ട് അതായത് എക്സ്പാൻഡഡ് ഫോം തരും. നമ്മൾ ഈ ഒരു ഷോർട്ട് ഫോമിൽ എഴുതണം. എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അതിന് എഴുതാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു, ഇതൊക്കെ 9th ആട്ടോ ഈ പറയുന്ന. ഇത് നോട്ടായിട്ട് എഴുതുക. 9th സംഭവമാണ് പറയുന്നത്. ഈ 3 ലെറ്ററും വിത്തൗട്ട് സ്ക്വയറിൽ എഴുതാം. 3 ലെറ്ററും വിത്തൗട്ട് സ്ക്വയറിൽ, A-B-C, എന്നിട്ട് ഹോൾ സ്ക്വയർ ഇടാം. എങ്ങനെ? വി ആർ റൈറ്റിംഗ് ദിസ് വേ. അതാണ് ഞാൻ പറയുന്നത്. ഈ 3 ടേം വിത്തൗട്ട് സ്ക്വയറിൽ എഴുതാം. അതിനുശേഷം നെഗറ്റീവ് ടേം ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ദ നെഗറ്റീവ് ടേം. ഏത് നെഗറ്റീവ് ടേം? ദിസ് വൺ. ഇതാണ് ഇവിടുത്തെ നെഗറ്റീവ് ടേം. ഇതിൽ ഏത് ലെറ്റർ ആണ് കോമൺ ആയിട്ട് വരുന്നത് നോക്കാം. 9th സ്റ്റാൻഡേർഡ് ടോപ്പിക് ആണ്, ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെഗറ്റീവ് ടേം ഐഡന്റിഫൈ ചെയ്യാം. അതിൽ ഏത് ടേം ആണ് കോമൺ ആയിട്ട് വരുന്നത് നോക്കാം. സി ആണ് കോമൺ ആയിട്ട് വരുന്നത്. സി കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സിക്ക് നമ്മൾ നെഗറ്റീവ് കൊടുക്കുക, ബാക്കിയൊക്കെ പോസിറ്റീവ്. സിക്ക് നമ്മൾ നെഗറ്റീവ് കൊടുക്കുക, ബാക്കിയൊക്കെ എന്ത് ചെയ്യുക? പോസിറ്റീവ്. ഇതാണ് ഇതിന്റെ എക്സ്പാൻഡഡ്. ഇനിയിപ്പോ സപ്പോസ് നിങ്ങളെ നെഗറ്റീവ് സൈൻ ഇവിടെ വരുന്ന വെച്ചോ, ഒരു നെഗറ്റീവ് ഇവിടെ, ഇത് പ്ലസ്. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് ടേമിൽ ഏത് ലെറ്റർ കോമൺ? എ വരും. അപ്പം എക്ക് നെഗറ്റീവ് കൊടുക്കുക, ബാക്കിയൊക്കെ എന്ത് ചെയ്യാം? പ്ലസ് കൊടുക്കുക. ഇതാണ് ടെക്നിക്ക്. അപ്പൊ ഓർത്ത് വെക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാണ്. ഇതാണ് റിസൾട്ട് എഴുതി വെച്ചോ. നെഗറ്റീവ് ടേം മാത്രം നോക്കുക, അതിൽ ഏതാണോ കോമൺ വരുന്നത് ആ ടേമിന് നെഗറ്റീവ് സൈൻ. സി ആണ് കോമൺ വരുന്നത്, അതിന് നെഗറ്റീവ് കൊടുത്തു. എഴുതിക്കോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പോണത് കഴിഞ്ഞിട്ട്. എന്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്നത്തെ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ. ഓരോ ക്ലാസ്സിലും ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ തരും ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് ഇന്നത്തെ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ. എഴുതിക്കോ, എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തോ. 2x - p × p + 2 = 0. ഇതാണ് ഇന്നത്തെ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ. x² + 2x - p × p + 2 = 0. ഇതാണ് ഇന്നത്തെ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടുന്നവർക്ക് ഗ്രൂപ്പിൽ ചെയ്യാം, നോ പ്രോബ്ലം. x² + 2x - p × p + 2. ഹിന്റ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ് ഹിന്റ്. ട്രൈ ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ. x² + 2x - p × p + 2 = 0. എന്നിട്ട് what is x? What is x? Actually solve. That means you have to find x value.
ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി തോന്നുന്നു. ഇനി ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഏതാണ്ട് ക്വസ്റ്റ്യൻ വർക്ക്ഷീറ്റിലുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ, പറയാൻ പോവാണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ. Let's unmute your mic. Fifth question. Given that the equation, fifth question, given that the equation b minus c into x square plus c minus a into x plus a minus b equal to 0 has equal roots. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്നും ഇല്ലല്ലോ. ഇതൊന്നും അല്ല ഇതിന്റെ കഥ. ഇതൊക്കെ ബോർഡിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നുമല്ല, ബോർഡിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറെ ഞാൻ ഇങ്ങനെ, എന്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്റർ. ട്രിഗ്നോമെട്രി നിങ്ങൾ വിശ്വസിക്കൂല, എന്റെ ഏകദേശം 200+ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, 70 to 80 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കേസ് സ്റ്റഡി അറൌണ്ട് 5 or 6 ട്രിഗ്നോമെട്രി എന്നാണ്, ആപ്ലിക്കേഷൻ ട്രിഗ്നോമെട്രി എന്നല്ല. ഇത് ഒരുപാട് കേസ് സ്റ്റഡി ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് പിന്നെ വെച്ചതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്യും. Given that b minus c into x square plus c minus a into x plus a minus b equal to 0 has equal roots. എന്താണ് ഈക്വൽ റൂട്ട്സിന്റെ കണ്ടീഷൻ? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം, കാരണം ഇവിടെ സ്മോൾ ലെറ്റർ വന്നുകൊണ്ട്. Therefore b square minus 4ac equal to 0. ഐഡന്റിഫൈ ചെയ്യാം. a എന്ന് പറയുന്നത് b minus c ആണ്, b എന്ന് പറയുന്നത് c minus c ആണ്, c എന്ന് പറയുന്നത് a minus b ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. b square, that is c minus a square 4 into b minus c into a minus b equal to 0. വീണ്ടും പറയാണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ ചെയ്യൂല. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് അറിയില്ല എന്നുള്ളതല്ല. ഇനീഷ്യേറ്റീവ് എടുക്കുക, നിങ്ങളുടെ റെസ്പെക്റ്റീവ് ടീച്ചേഴ്സിനോടും ചോദിക്കുക, ഇതെന്താ എങ്ങനെ വരുന്നത്, അവിടെയും ചോദിക്കുക, എന്നോട് വാട്സപ്പ് ചോദിക്കുക. അങ്ങനെയാണ് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് ഒക്കെ വരിക. റീപ്ലേസ് ചെയ്തു. ഇനി എക്സ്പാൻഷൻ ആണ്. ഇവിടെ ഒന്നും ഡിവൈഡ് ചെയ്യാനില്ല കേട്ടോ, കോമൺ 4 ഒന്നുമില്ല. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്തു. -4 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, b ഇൻറ്റു എ ബി ആണ്, b ഇൻറ്റു മൈനസ് ബി സ്ക്വയർ ആണ്, മൈനസ് എ സി ആണ്, പ്ലസ് ബി സി ഈക്വൽ ടു 0. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ഇവിടെ 4 ഉണ്ട്, പക്ഷെ ഇവിടെ എന്തില്ല, 4 ഇല്ല. ദാറ്റ്സ് വൈ വി കനോട്ട് ഡിവൈഡ് ഇറ്റ്. സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ട് ചോദിച്ചോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് വെൻ വി ആർ ഓപ്പണിംഗ് പ്ലസ് എ സ്ക്വയർ മൈനസ് 4ab പ്ലസ് 4b സ്ക്വയർ, -4 ആണ് ഉള്ളിലേക്ക് എടുക്കുന്നത്, പ്ലസ് 4ac മൈനസ് 4bc ഈക്വൽ ടു 0. ഇത്ര എഴുതി വെക്കൂ. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ട് പറഞ്ഞോളൂ. കഴിഞ്ഞിട്ടില്ല, ഒരു 2-3 ലൈനും കൂടി എഴുതാണ്ട്. ജസ്റ്റ് ചെക്ക് ഇറ്റ്. എനി പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് ദാറ്റ് ടെൽ മീ. ഇപ്പൊ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലേക്ക് എത്തി. ഇവിടേക്ക് ഞാൻ നോട്ട് ചെയ്ത് 10th സ്റ്റാൻഡേർഡ് ടോപ്പിക് ഈസിയാണ്, ബട്ട് വെൻ യു കമ്മിങ് ഡൗൺ 9th 8th ദിസ് കാൽക്കുലേഷൻ യു ആർ മേക്കിംഗ് മിസ്റ്റേക്ക്. ഇനി എന്താ ചെയ്യണം അറിയോ? എല്ലാ സ്ക്വയർ ടേമിനെയും ഒരുമിച്ച് ചെയ്താൽ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ, വെറുതെ എഴുതണ്ട, കാരണം ഇത് പണി പാളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. എല്ലാ സ്ക്വയർ ടേമിനെയും ആദ്യം എ സ്ക്വയർ എഴുതി, പ്ലസ് അടുത്ത സ്ക്വയർ ടേം 4b സ്ക്വയർ, അതിന് നിങ്ങൾ 2b ഹോൾ സ്ക്വയർ എഴുതണം, നിർബന്ധമായിട്ട് 2b ഹോൾ സ്ക്വയർ എഴുതണം. അടുത്ത സ്ക്വയർ ടേം c സ്ക്വയർ. ഇനി നമുക്ക് എ ബി ടേം ഇത് മാത്രമേ ഉള്ളൂ, -4ab. ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ബേസിക് മിസ്റ്റേക്കുകളും വരരുത്, ശ്രദ്ധിക്കണം. എ സി ടേം 2 ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. 4ac മൈനസ് 2ac എന്ന് പറഞ്ഞാൽ 2ac ആണ്. പിന്നെ നമ്മൾ 4bc ഈക്വൽ ടു 0. എല്ലാ ടേമും ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യം സ്ക്വയർ ടേം ഐ റോട്ട്, then after ab term, but ac term I underline, that is 2 are the simplified and wrote. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ടെക്നിക്ക്, ഈ 3 എണ്ണം മാത്രം എടുക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞെന്താ, ഈ 3 എണ്ണം മാത്രം എടുക്കുക വിത്തൗട്ട് സ്ക്വയർ. അപ്പൊ ഈ 3 എണ്ണം മാത്രം ഞാൻ എടുക്കുകയാണ്. എ എടുത്തു, 2b എടുത്തു, സി എടുത്തു, എന്നിട്ട് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് നെഗറ്റീവ് ടേം നോക്കുക. ഇൻ ദിസ് വൺ നെഗറ്റീവ് ടേം -4ab ഉണ്ട്, -4bc ഉണ്ട്. ഏത് ലെറ്ററാ കോമൺ ആയിട്ട് വരുന്നത്? നെഗറ്റീവ് ടേമിൽ ഏത് ലെറ്ററാ കോമൺ ആയിട്ട് വരുന്നത്? വേഗം പറയൂ.
ഏത് ലെറ്റർ കോമൺ ആയിട്ട് വരുന്നത്? നെഗറ്റീവ് ടേമിൽ. ഇതാണ് നെഗറ്റീവ് ടേംസ്. ഇതൊരു നെഗറ്റീവ് ടേം ആണ്, ഇതൊരു നെഗറ്റീവ് ടേം ആണ്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ലെറ്റർ ഏതാ? ബി ആണ്. അതുകൊണ്ട് ബി ആയിരിക്കും നെഗറ്റീവ് വരിക. എനിക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് ലിമിറ്റഡ് ടൈം ഓൺലി. മാത്സ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് അതർ സബ്ജക്ട് വി നീഡ് മോർ ടൈം, ദാറ്റ്സ് വൈ. ഓക്കെ, അപ്പൊ ഇവിടെ നെഗറ്റീവ് വരുന്ന അത് മാത്രം, നിങ്ങൾ അവിടുത്തെ 4 ഒന്നും നിങ്ങൾ ബോധർ ചെയ്യണ്ട. അപ്പൊ ബി ഉള്ളടത്ത് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, ബാക്കിയൊക്കെ പ്ലസ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. അത് നിങ്ങളിപ്പോ നോക്കണ്ട കിട്ടോ ഇല്ല എന്നുള്ളത്, കിട്ടും. അതാണ് അതിന്റെ റൂള്. എന്നിട്ട് സ്ക്വയർ ട്രാൻസ്പോസ് ചെയ്യുന്നു. സോ എ മൈനസ് 2b പ്ലസ് സി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 0 ഇസ് വാട്ട്? 0 ആണ്. ഇനി 2b അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് സി ഈക്വൽ ടു 2b. ഇതാ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇത് ക്ലിയർ ആവാൻ വേണ്ടി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഈ സെഷൻ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഐ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റുഡ് വാട്ട് വി ഡൺ ടുഡേ. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇസ് ദ വേ. കീപ് പ്രാക്ടീസിങ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കും. ക്ലാസ്സിൽ ബി ഓൺ ടൈം. ഇനി അടുത്ത ക്ലാസ്സിൽ ഓൺ ടൈമിൽ വന്നെങ്കിൽ മാത്രമേ ഈ ട്രിഗണോമെട്രിയുടെ എല്ലാ വാല്യൂ ഞാൻ വിരൽ ഉപയോഗിച്ച് പറഞ്ഞുതരാം. 5 വിരലാണ് നമുക്ക് വേണ്ടി. കാരണം 6 വിരലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് 5 വിരൽ പറയാൻ കാരണം അറിയോ? ഇതില് 0, 30, 45, 60, 90 ഈ 5 വാല്യൂ നമുക്ക് ടേബിളിലുള്ള. അതുകൊണ്ടാണ് 5 ഫിംഗേഴ്സ് വെച്ചിട്ടുള്ള ടെക്നിക്കാണ്. ഇതിൽ സൈനും കോസും ടാനും വെരി ക്വിക്ലി യു ക്യാൻ ടെൽ. Even if you can't do that one, I'll tell you another technique. This everything will come first 10 to 15 minutes only. After that, we people used to do the problems. Okay, that's all. Bye. Good night. Take care.